ഹലോ ഫ്രണ്ട്സ്, കുട്ടീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനൊരു 4 ദിവസമൊക്കെ ആയി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്യാവശ്യം കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ കിട്ടിയ സപ്പോർട്ടിന് നന്ദി. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ശാലിനി, ഞാൻ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ജേണി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തുടർന്നുള്ള വീഡിയോകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പോൾ 4 വയസ്സുള്ളൊരു മോനുണ്ട് എനിക്ക്. ഇതെൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ഒരു 2 മാസമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് 1.5 മാസമൊക്കെ ആയപ്പോൾ തന്നെ ട്രിപ്പിൾസ് ആണെന്ന് സ്കാനിങ്ങിൽ കൂടെ അറിയാൻ സാധിച്ചു. ആ ഒരു നിമിഷം തൊട്ട് ഇപ്പോൾ വരെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ചേഞ്ച് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ സംബന്ധിച്ചില്ലാതിരിക്കില്ല. കാരണം ഞാനിങ്ങനെ ഒരു ട്രിപ്ലെറ്റ്സിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ കൂടെയാണ് ഞാൻ എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പ് ഇതുപോലെ ട്രിപ്ലെറ്റ്സിനെ പ്രഗ്നൻ്റ് ആയവരൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കയറി കണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആരും ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തൊട്ടേ വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവർ ഉൾപ്പെടുത്തുന്നത് ഡെലിവറി കഴിഞ്ഞുള്ള കാര്യങ്ങളും പിന്നെ NICU കുഞ്ഞുങ്ങളെ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ജേണി എങ്ങനെയുണ്ടെന്ന് അറിയിക്കാനായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് PCOD കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ മാറ്റിയെടുത്തു, എങ്ങനെ ഒരു പ്രഗ്നൻസിയിലോട്ട് വന്നു എന്നൊക്കെയുള്ള ഡൗട്ടുകൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കാനാണ്. എല്ലാം ഞാൻ വിശദീകരിച്ച് പറയാം. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഫാമിലിയിൽ നിന്ന് നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ, പിന്നെ ഒരു മോനുണ്ടല്ലോ, അപ്പോൾ അയാളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെ കുറേ വീഡിയോകൾ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര നാൾ ഇപ്പം ഞാൻ 5.5 മാസമായിട്ടുണ്ട്. എത്ര നാൾ ഇങ്ങനെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. എങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം, എൻ്റെ വീഡിയോയിൽ ഇടാം എന്താണ് എൻ്റെ മിസ്റ്റേക്ക് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒത്തിരി ഡൗട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പേടിയുണ്ട്. ഒരു വോയിസ് മെസ്സേജുകൾ കൂടെ പോലും നമ്മുടെ വോയിസ് കേൾക്കാൻ ഇറക്കുന്നവരാണല്ലോ. പിന്നെ പറയുന്നത് പോലെ കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ സുന്ദരന്മാരാണെന്ന് പറയുന്നത് പോലെ ഈ വീഡിയോയുടെ മുന്നിൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്. സുന്ദരന്മാരല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഈ വീഡിയോയിൽ കൂടെ തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം എന്ന് പറഞ്ഞത് അത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഷോക്കായിട്ടുള്ളൊരു പ്രഗ്നൻസിയാണ്. കാരണം ഒരു ട്വിൻസിൻ്റെ പോലും ഹിസ്റ്ററി ഇല്ലാത്തൊരു ഫാമിലിയാണ് ഞങ്ങളുടേത്. പിന്നെ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയതിൽ എല്ലാവർക്കും ഭയങ്കര ഷോക്കുണ്ട്, കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഒരു 5.5 മാസമായപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ശ്വാസം മുട്ടലുണ്ട്. അപ്പം ഇങ്ങനെ വയറൊക്കെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ മുഴച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നു വയറ് വലുതായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ മണിക്കൂറും വലുതാവുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പിന്നെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. പിന്നെ ഇപ്പം നമുക്ക് ചാനലൊക്കെ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊന്നും ആയിട്ടില്ല.
അതായത് സ്റ്റാൻഡ്, സ്പീക്കർ, മൈക്ക് ഒന്നും ആയിട്ടില്ല. പിന്നെ തുടങ്ങി വെച്ചു. എന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു ജേണി നിങ്ങളിലേക്ക് അങ്ങനെ എത്തിക്കാനായിട്ട്. അതായത് ഡെലിവറി കഴിഞ്ഞ് പറയുന്നത് പോലെയല്ല ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമുക്കുണ്ടായ എല്ലാ ഡൗട്ടുകളും NT സ്കാനിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. ട്രിപ്ലെറ്റ്സിൻ്റെ NT സ്കാൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മളൊരു ബേബീനെ തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന സമയത്ത് ആ ഒരു NT സ്കാൻ വരുന്ന അല്ലെങ്കിൽ അനോമലി സ്കാൻ വരുമ്പോൾ നല്ല ഡിലേ ആവുന്നു. അപ്പോൾ ഇത് ഓരോ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മെഷർമെൻറ്റൊക്കെ എടുത്തു വരുമ്പോൾ നല്ല ഡിലേ ആവാറുണ്ട്. അവരുടെ ഓരോരുത്തരുടെ NT വാല്യൂ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ട്. നമ്മളെല്ലാ ഡൗട്ടുകളും നമുക്ക് ഡോക്ടറെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡോക്ടർ നമ്മളോട് ഭയങ്കര എന്താണ് പറയുന്നത്, മിങ്കിളായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കെല്ലാം ഓർമ്മ വരത്തില്ല. അപ്പോൾ നമ്മുടെ ഡൗട്ടുകൾ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഈ ക്രോമിൽ ഈ ഗൂഗിൾ ഒക്കെ നോക്കിയാണല്ലോ നമ്മൾ ക്ലിയർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും കുറേ നോക്കിയാണ് ക്ലിയർ ചെയ്യുന്നത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് അവർ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്നെപ്പോലെ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർക്കിത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും തുടർന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇപ്പം എൻ്റെ അനോമലി കഴിഞ്ഞ്, അനോമലി എന്ന് പറഞ്ഞാൽ 3 പേരുടെയും അനോമലി കിട്ടിയിട്ടില്ല. 2 പേരുടെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടി. 3ാമത്തെ ആളുടെ, അതായത് ഫീച്ചസ് A, ഫീച്ചസ് B, ഫീച്ചസ് C എന്നാണ് ഇത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫീച്ചസ് Bയുടെ ആണ് എനിക്ക് കിട്ടാഞ്ഞത്. അപ്പോൾ അതായത് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളെയാണ് അതിൻ്റെ സ്കാനിങ്. അതായത് അനോമലി 2-3 തവണയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് കിട്ടാത്തത് കൊണ്ട് 2-3 തവണയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനോമലി സ്കാനിങ്. അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ബേബീസൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ആവശ്യം. എനിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന കൂടിയേ തീരൂ. കാരണം എന്താ പറയുക, നമ്മളൊരു എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഇതെങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും, എങ്ങനെയാണ് ദൈവം വിചാരിച്ച് വെച്ചേക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അത് നല്ല രീതിയിൽ എത്താൻ 3 പേരെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ കിട്ടാൻ, എൻ്റെ 4 മക്കളും എൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ, ആർക്കും ഒരു കുഴപ്പങ്ങളും കൂടാതെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൂടി തീരും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകളൊക്കെ അറിയിക്കണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലേക്ക് കാണാം.